എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 49ാമത്തെ സർഗത്തിൽ 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തം മാത്രമേ ഉള്ളൂ. 23ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ സർഗവും അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അഹല്യയുടെ ആ തേജസ്സിനെ പറ്റിയിട്ടാണ്. എത്രയോ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തപസ് ചെയ്യുന്നതിൻ്റെ ശുദ്ധിയും മനഃശുദ്ധിയും തേജസ്സും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള ആ അഹല്യയാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും വിശ്വാമിത്രൻ്റെയും ഒക്കെ മുമ്പിൽ പ്രത്യക്ഷമായത്. വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അഹല്യയ്ക്ക് വീണ്ടും പഴയ മനുഷ്യരൂപം ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, 16ാമത്തെ ശ്ലോകം നോക്കാം. സാഹി ഗൗതമവാക്യേന ദുർനിരീക്ഷ്യാ ബഭൂവഃ ത്രയാണാമപി ലോകാനാം യാവദ്രാമസ്യ ദർശനം ശാപസ്യാന്തമുപാഗമ്യ തേഷാം ദർശനമാഗതാ. സാഹി ഗൗതമവാക്യേന ദുർനിരീക്ഷ്യാ ബഭൂവ. അത്രയ്ക്ക് സുന്ദരിയും തേജസ്വിനിയുമായിരുന്ന ആ അഹല്യ പെട്ടെന്ന് അന്നൊരിക്കൽ സംഭവിച്ചതായ ആ ഗൗതമൻ്റെ ശാപം കാരണം ദുർനിരീക്ഷയായി തീർന്നു. അതാണ് ഗൗതമവാക്യേന സ ദുർനിരീക്ഷ്യ ബഭൂവ. ദുർനിരീക്ഷ എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തവളായി തീർന്നു. രൂപമുള്ളവളായിരുന്ന അഹല്യ അരൂപിയായി തീർന്നു, അല്ലാതെ പാറയായി തീർന്നു എന്ന് പറയണില്ല. എന്നിട്ടോ ത്രയാണാമപി ലോകാനാം ദുർനിരീക്ഷ, അതാണ് പറയുന്നത്. 3 ലോകങ്ങളിൽ ആര് വന്നാൽ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അഹല്യ. പക്ഷേ പെട്ടെന്ന് യാവത് എന്നാണോ രാമസ്യ ദർശനം, രാമൻ്റെ ദർശനമുണ്ടായത്, രാമൻ എപ്പോഴാണോ ആ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നത്, അപ്പോൾ എന്ത് സംഭവിച്ചു? ശാപസ്യ അന്തം ഉപാഗമ്യ തേഷാം ദർശനം ആഗത. അങ്ങനെ രാമൻ അവിടേക്ക് കാലെടുത്ത് വച്ചതും ആ അഹല്യയുടെ ശാപത്തിന് അവസാനം കുറിക്കുകയും ശാപസ്യ അന്തമുപാഗമ്യ, ശാപം തീർന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെ എല്ലാവർക്കും കാണാറായി. അതുവരെ ദുർനിരീക്ഷയായിരുന്ന, ആർക്കും കാണാൻ സാധിക്കാതിരുന്ന ആ അഹല്യയെ പിന്നെ ലോകം കാണാൻ തുടങ്ങി. 3 ലോകങ്ങളിലുള്ള ജനങ്ങൾക്കും അഹല്യയെ പിന്നീട് കാണാൻ സാധിച്ചു, രാമൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നർത്ഥം. അതാണ് തേഷാം ദർശനം ആഗത, അവരുടെ മുമ്പിൽ പ്രത്യക്ഷയാവുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും എന്താ ചെയ്തത്? അതാണ് വിനയത്തിൻ്റെ ലക്ഷണമാണ്. 17ാമത്തെ ശ്ലോകം നോക്കാം. രാഘവൗ തു തദാ തസ്യാഃ പാദൗ ജഗൃഹദുർമുദ സ്മരന്തി ഗൗതമവച പ്രതിജഗ്രാഹ സാഹിതൗ. രാഘവൗ തു തദാ തദാ, അപ്പോൾ, അങ്ങനെ അവരുടെ മുമ്പിൽ അഹല്യ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, തത്സമയത്ത് രാഘവന്മാർ 2 പേരും ശ്രീരാമനും ലക്ഷ്മണനും തസ്യാഹ പാദൗ മുദാ ജഗൃഹതു, അവളുടെ ആ അഹല്യയുടെ പാദങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് സ്പർശിച്ചു. അതായത് തങ്ങളുടെ നമസ്കാരം അറിയിക്കുകയാണ് ചെയ്തത്. പറയുമ്പോൾ ഇത്രയ്ക്ക് വലിയ തെറ്റൊക്കെ ചെയ്ത ഗൗതമനോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവളാണ് അഹല്യ. എന്നിട്ടും ആ അഹല്യ ഇത്രയും കാലം കൊണ്ട് ചെയ്തതായിട്ടുള്ള തപസ്സുകൊണ്ട് ശുദ്ധയായി തീർന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും അഹല്യയുടെ പാദങ്ങൾ സ്പർശിച്ചു, പാദം തൊട്ട് നെറുകയിൽ വച്ചു. എന്നിട്ടോ അപ്പോൾ അഹല്യ എന്താണ് ചെയ്തത്? ഗൗതമവച സ്മരന്തി സാ ഹി തൗ പ്രതിജഗ്രാഹ. ഗൗതമൻ്റെ വാക്കുകൾ ഓർത്തിട്ട്, അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ സ്വീകരിച്ച് അവരുടെ ആതിഥ്യം കൊണ്ട് മാത്രമേ എല്ലാ കളങ്കങ്ങളും പരിപൂർണമായിട്ട് അഹല്യയിൽ നിന്ന് ഒഴിഞ്ഞു പോവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഗൗതമവച സ്മരന്തി, ഗൗതമൻ്റെ വാക്കുകൾ സ്മരിക്കുന്നവളായ അഹല്യ തൗ, അവരെ 2 പേരെയും തൻ്റെ ആശ്രമത്തിലേക്ക് പ്രതിജഗ്രാഹ, പ്രതിജഗ്രാഹ എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്തു, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നർത്ഥം. അതോടൊപ്പം പിന്നെന്താണ് ചെയ്തത് അഹല്യ? പാദ്യമർഘ്യം തഥാതിഥ്യം ചകാര സുസമാഹിത പ്രതിജഗ്രാഹ കാകുത്സ്ഥോ വിധിദൃഷ്ടേന കർമ്മണ. വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് സുസമാഹിത,
അതായത് ദേവകുമാരന്മാരാണ്, ഭഗവാൻ തന്നെയാണ് വന്നത് എന്നുള്ളത് അഹല്യയ്ക്കറിയാം. ശ്രീരാമൻ്റെ രൂപത്തിൽ, ലക്ഷ്മണൻ്റെ രൂപത്തിൽ ഭഗവാന്റെ സന്ദർശനം തന്നെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയ അഹല്യ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആതിഥ്യം പാദ്യം അർഘ്യം ചകാര. ആതിഥ്യമര്യാദകളൊക്കെ ചെയ്തു. കുടിക്കാനും അതുപോലെ കയ്യും കാലും മുഖം കഴുകാനും ഒക്കെ ഉള്ളതായ ജലം ആദ്യം നൽകി. അതാണ് പാദ്യം അർഘ്യം ചകാര. അതൊരു അതിഥി വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കയ്യും കാലും കഴുകി മുഖമൊക്കെ കഴുകി അകത്തേക്ക് കൊണ്ടിരുത്തുക. അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള വെള്ളം കൊടുക്കുക. അതൊക്കെ ആതിഥ്യമര്യാദകളിൽ പെടുന്നുണ്ട്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല അഹല്യ. അപ്പോൾ തന്നെ ബാലകന്മാരെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട ആതിഥ്യമര്യാദകൾ, പൂജകളൊക്കെ ചെയ്തു. അപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്തത്? വിധിദൃഷ്ടേന കർമ്മണ കാകുത്സ്ഥ പ്രതിജഗ്രാഹ. വിധിദൃഷ്ടേന കർമ്മണ, വിധി പറഞ്ഞു വച്ചതായ കർമ്മം, അതായത് ഇത് താൻ ചെയ്യണം എന്നുള്ളതൊരു വിധിയുണ്ട്, പണ്ടേ അത് പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. ആ കർമ്മം തനിക്ക് തൻ്റെ നിയോഗമാണിത് എന്ന് മനസ്സിലാക്കിയ കാകുത്സ്ഥൻ ശ്രീരാമൻ അഹല്യയുടെ എല്ലാ ആതിഥ്യ പൂജകളും സ്വീകരിച്ചു എന്നർത്ഥം. അത് ഒട്ടും തെറ്റുകൂടാതെ വിധിയാവണ്ണം തന്നെ എല്ലാം നിർവഹിച്ചു എന്നും വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളൊന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ശ്രീരാമൻ. ആ സമയത്ത് എന്താ ഉണ്ടായത്? 19ാമത്തെ ശ്ലോകം നോക്കാം. പുഷ്പവൃഷ്ടിർമഹത്യാസീത് ദേവദുന്ദുഭിനിസ്വനൈഃ ഗന്ധർവാപ്സരസാം ചൈവ മഹാനാസീത് സമുത്സവ. ആ സമയത്ത് സ്വർഗലോകത്തിൽ നിന്നും വളരെ ഗംഭീരമായിട്ടൊരു പുഷ്പവൃഷ്ടി ഉണ്ടായി. അതാണ് പുഷ്പവൃഷ്ടിർ മഹത്യാസീത്. മഹതീ പുഷ്പവൃഷ്ടി ആസീത്. വളരെ മംഗളകരമായിട്ടുള്ളൊരു പുഷ്പവൃഷ്ടി സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഉണ്ടായി. ഒപ്പം തന്നെ ദേവദുന്ദുഭികളുടെ നാദങ്ങളും കേൾക്കാറായി. ദേവദുന്ദുഭി നിസ്വനൈഹി മഹതീ പുഷ്പവൃഷ്ടി ആസീത്. അങ്ങനെ ആ പുഷ്പവൃഷ്ടി ഉണ്ടായതിൻ്റെ അർത്ഥം എന്താണ്? ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കും ദേവന്മാർക്കും ഒക്കെ ആ ഒരു പ്രക്രിയ, അതായത് അഹല്യ ശ്രീരാമനെ സ്വീകരിച്ചതും ശ്രീരാമൻ ആതിഥ്യം സ്വീകരിച്ചതും അതുപോലെ തന്നെ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി എന്നുള്ളതുമായിട്ടുള്ള ആ പ്രവൃത്തികളൊക്കെ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഗന്ധർവ അപ്സരസാം ചൈവ മഹാൻ സമുത്സവ ആസീത്. ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കൊക്കെ വലിയൊരു ഉത്സവമായി തീർന്നു. ശാപമോക്ഷം കിട്ടിയതിൻ്റെ സന്തോഷം അവർ ആഘോഷത്തോടുകൂടി കൊണ്ടാടി എന്നർത്ഥം. അഹല്യയുടെ ആ ദുഃഖങ്ങളൊക്കെ തീർന്നു എന്നുള്ളത് ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കും വളരെ സന്തോഷം ഉണ്ടാക്കി. അതോടൊപ്പം എന്തോ പറഞ്ഞത്? 20ാമത്തെ ശ്ലോകം നോക്കാം. സാധു സാധ്വിതി ദേവാസ്താമഹല്യാം സമപൂജയൻ തപോബലവിശുദ്ധാംഗീം ഗൗതമസ്യ വശാനുഗാം. ദേവന്മാരെല്ലാവരും അഹല്യയെ പറ്റിയിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സാധു സാധു സാധ്വിതി, നന്നായി നന്നായി എന്ന് മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അതായത് അഹല്യ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യാൻ തുടങ്ങിയത് അത് പരിപൂർണമാക്കി. സ്വയം കളങ്കങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പുറത്തു വന്നു. അത് കണ്ടുകൊണ്ട്, അത് കേട്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ദേവന്മാരെല്ലാവരും വളരെ നന്നായി എന്ന് പറഞ്ഞ് അഹല്യയെ സമപൂജയൻ പൂജിക്കുകയും ചെയ്തു. തപോബല വിശുദ്ധാംഗിയായി തീർന്നു. അതാണ് അഹല്യയ്ക്ക് വന്ന പ്രത്യേകത. തപോബലം കൊണ്ട് അംഗങ്ങൾക്കും മനസ്സിനും ഹൃദയത്തിനുമെല്ലാം വിശുദ്ധി കൈവന്നു. അതുപോലെ ഗൗതമൻ്റെ മാത്രം പത്നിയായി തീർന്നു. ഇനി മാനസികമായിട്ട് യാതൊരു ചാഞ്ചാട്ടങ്ങളും, ആരെ കണ്ടാലും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ആ ഒരു മനസ്സുറപ്പ് അഹല്യയ്ക്ക് ഉണ്ടായി. ഈ കഠിനമായിട്ടുള്ള വ്രതം കൊണ്ട് അല്ലെങ്കിൽ തപസ്സുകൊണ്ട് അതാണ് അഹല്യ നേടിയെടുത്തത്. അങ്ങനെ ഗൗതമൻ്റെ വശാനുകയായി തീർന്ന, ഗൗതമൻ്റെ മാത്രം ഭാര്യയായി തീർന്ന അഹല്യയെ ദേവന്മാരെല്ലാവരും പൂജിച്ചു. ഗൗതമോപി മഹാതേജ അഹല്യാ സഹിത സുഖീ രാമം സമ്പൂജ്യ വിധിവത് തപസ്തേപേ മഹാതപാഹ. ഗൗതമനാകട്ടെ ആ സമയത്ത് അവിടെ വരുണ്ടായി. എപ്പോഴാണ് വന്നതെന്ന് പറയണില്ല. അങ്ങനെ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടിയ ഉടനെ തന്നെ ഗൗതമന് കാര്യം മനസ്സിലായി. ഹിമാലയത്തിൻ്റെ പാർശ്വത്തിലിരുന്ന് തപസ് ചെയ്യുന്ന ഗൗതമൻ പെട്ടെന്ന് തന്നെ അഹല്യയുടെ സമീപത്തേക്ക് വന്നു.
മഹാതേജസ്വിയായിട്ടുള്ള ഗൗതമൻ അഹല്യയെയും കൂട്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാമം സമ്പൂജ്യ, വിധിവത് സമ്പൂജ്യ, രാമനെ വിധിയാവണ്ണം പൂജിച്ചിട്ട്. ആദ്യം അഹല്യ മാത്രമാണ് പൂജിച്ചത്. ഇപ്പോൾ ദമ്പതിമാർ രണ്ടുപേരും കൂടി ചേർന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ പൂജിച്ചിട്ട് എന്തു ചെയ്തു? തപസ്തേപേ, മഹാതപസ്വിയായിട്ടുള്ള ആ ഗൗതമൻ തപസ് ചെയ്യാനായിട്ട് വീണ്ടും ആരംഭിച്ചു. അതേ ആശ്രമത്തിൽ തന്നെ ആവാം, അതോ ഹിമാലയത്തിലേക്ക് പോയോ, അതൊന്നും അവിടെ പറയണില്ല. അങ്ങനെ അവരുടെ പഴയ ആ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയണത്. ഗൗതമനും അഹല്യയും പഴയ ആ ദമ്പതികളായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു. ശ്രീരാമൻ എന്താ ചെയ്തത്? രാമോപി പരമാം പൂജാം ഗൗതമസ്യ മഹാമുനെ സകാശാദ് വിധിവത് പ്രാപ്യ ജഗാമ മിഥിലാം തത. രാമഃ അഭി, രാമനാകട്ടെ മഹാമുനേഃ ഗൗതമസ്യ സകാശാത് വിധിവത് പരമാം പൂജാം പ്രാപ്യ. ശ്രീരാമനാകട്ടെ മഹാമുനിയായിട്ടുള്ള ഗൗതമൻ്റെ അടുത്ത് നിന്ന് ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു പൂജ ലഭിച്ചതിൻ്റെ സന്തോഷം, ആ സന്തോഷത്തോടു കൂടിയിട്ട് മിഥിലാം തത ജഗാമ, അതിനുശേഷം മിഥിലാപുരിയിലേക്ക്, അവിടേക്ക് പുറപ്പെട്ടതാണല്ലോ, അവിടേക്ക് എല്ലാവരോടും കൂടിയിട്ട്, അതായത് ലക്ഷ്മണനോടും വിശ്വാമിത്രനോടും ബാക്കി മുനിമാരോടും ഒക്കെ കൂടിയിട്ട് മിഥിലയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ അഹല്യയുടെ വൃത്താന്തം വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. സാഹി ഗൗതമവാക്യേന ദുർനിരീക്ഷ്യാ ബഭൂവഃ ത്രയാണാമപി ലോകാനാം യാവദ്രാമസ്യ ദർശനം ശാപസ്യാന്തമുപാഗമ്യ തേഷാം ദർശനമാഗതാ രാഘവൗ തു തദാ തസ്യാഃ പാദൗ ജഗൃഹതുർമുദാ സ്മരന്തി ഗൗതമവചഃ പ്രതിജഗ്രാഹ സാഹിതൗ പാദ്യമർഘ്യം തഥാതിഥ്യം ചകാര സുസമാഹിത പ്രതിജഗ്രാഹ കാകുത്സ്ഥോ വിധിദൃഷ്ടേന കർമ്മണ പുഷ്പവൃഷ്ടിർമഹത്യാസീത് ദേവദുന്ദുഭിനിസ്വനൈഃ ഗന്ധർവാപ്സരസാം ചൈവ മഹാനാസീത് സമുത്സവ സാധു സാധ്വിതി ദേവാസ്താമഹല്യാം സമപൂജയൻ തപോബലവിശുദ്ധാംഗീം ഗൗതമസ്യ വശാനുഗാം ഗൗതമോപി മഹാതേജ അഹല്യാസഹിത സുഖീ രാമം സമ്പൂജ്യ വിധിവത് തപസ്തേവേ മഹാതപാഃ രാമോപി പരമാം പൂജാം ഗൗതമസ്യ മഹാമുനെ സകാശാദ് വിധിവത് പ്രാപ്യ ജഗാമ മിഥിലാം തത. ഇനി മിഥിലയിലേക്ക് പോകുന്ന രാമലക്ഷ്മണന്മാരെ പറ്റിയിട്ടൊക്കെയാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.